അർമേനിയൻ ക്രൈസ്തവരെ ചേർത്ത് പിടിച്ച് ഭാരത സർക്കാർ. ക്രൈസ്തവ സമൂഹം ആഗോള വ്യാപകമായി പീഡിപ്പിക്കപ്പെടുകയും കഴുത്തറുക്കപ്പെടുകയും നാട് കടത്തപ്പെടുകയും ചെയ്യപ്പെടുമ്പോൾ അതൊന്നും കാണാതെ പലസ്തീൻ ഐക്യദാർഢ്യവും ഹമാസ് പ്രീണന തള്ളുകളും നടത്തുന്ന കേരളത്തിലെ ഇടത് വലത് കക്ഷികൾ മതേതരത്വത്തിൻ്റെ പേര് പറഞ്ഞ് ഇസ്ലാമിക വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടി മാത്രമുള്ള നാണം കെട്ട പൊറാട്ട് നാടകങ്ങൾ തുടരുമ്പോൾ തീവ്രവാദത്തിനെതിരെ ഇസ്രായേലിന് ശക്തമായ പിന്തുണ കൊടുത്ത് കൂടെ നിൽക്കുകയും ഒപ്പം കലാപക്കെടുതികൾ അനുഭവിക്കുന്ന പലസ്തീനികൾക്ക് വേണ്ട ഉദാരമായ സഹായങ്ങൾ നൽകിക്കൊണ്ട് ഭാരതം കൈക്കൊണ്ട നിലപാട് അങ്ങേയറ്റം ശ്ലാഘനീയമായിരുന്നു. ഇപ്പോഴിതാ തുർക്കികളും അസർബൈജാനും ചേർന്ന് വംശഹത്യ ചെയ്യാൻ ഒരുങ്ങിയ ക്രൈസ്തവർക്ക് അഭയം നൽകുന്ന അർമേനിയയ്ക്ക് ശക്തമായ പിന്തുണയും ആയുധ സഹായങ്ങളുമായി ഭാരതം രംഗത്ത് വന്നിരിക്കുകയാണ്. പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് അതിക്രൂരമായ പീഡനങ്ങളും വംശഹത്യകളുമാണ് തുർക്കികൾ അർമേനിയൻ ക്രൈസ്തവർക്കെതിരെ അഴിച്ചുവിട്ടത്. ഇനിയും അടങ്ങാത്ത ആ കലിപ്പിന് ദൃഷ്ടാന്തമായി അർമേനിയയ്ക്കും അതിൻ്റെ സ്വതന്ത്ര പ്രവിശ്യയായ നഗോർണോ കരാബാക്ക് മേഖലയിലെ ക്രൈസ്തവ സമൂഹങ്ങൾക്കുമെതിരെ ഇപ്പോൾ ഇസ്ലാമിക രാജ്യമായ അസർബൈജാൻ നടത്തുന്ന അതിഘോരമായ പീഡനങ്ങൾ തുർക്കിയുടെ പിന്തുണയോടെയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒഴികെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അത് വാർത്തയാക്കാൻ പോലും താല്പര്യം കാണിക്കാതെയും പലസ്തീന് വേണ്ടി കരയുന്ന രാഷ്ട്രീയ തൊഴിലാളികൾ ആത്മാർത്ഥമായി അത് കണ്ടില്ലെന്ന് നടിച്ച് പലസ്തീനെയും ഹമാസിനെയും മാത്രം പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോഴാണ് അർമേനിയയ്ക്ക് ശക്തമായ പിന്തുണയുമായി ഭാരത സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. പീഡനമേൽക്കുന്ന അർമേനിയയിലെയും നഗോർണോ കരാബാക്ക് മേഖലയിലെയും ക്രൈസ്തവരെ ചേർത്ത് പിടിക്കാനും ആയുധങ്ങളടക്കം അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകി കൊടുക്കാനും സന്നദ്ധത കാണിച്ച ഭാരത സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അർമേനിയയുടെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാൻ ചരിത്രപരമായ കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് 1,50,000 യൂണിറ്റ് ഗ്രനേഡുകളായിരിക്കും ഇന്ത്യ അർമേനിയയ്ക്ക് നൽകുക. കൂടാതെ അർമേനിയയുടെ പങ്കാളിത്തത്തോടെ ഏറ്റവും പുതിയ ഗ്രനേഡ് ശേഖരം നിർമ്മിക്കുവാനുള്ള ഇന്ത്യയുടെ നീക്കവും ഇതിൽ നിർണായകമായിരിക്കും. 2 മാസം മുൻപ് ഗണ്യമായ അളവിൽ 7.62 mm കാലിബർ ബുള്ളറ്റുകൾ അർമേനിയയ്ക്ക് ഭാരതം നൽകിയിരുന്നു. വെടിയുണ്ടകളും ഗ്രനേഡുകളും മാത്രമല്ല, അർമേനിയയിലേക്കുള്ള ഇന്ത്യയുടെ അവസാന കയറ്റുമതിയിൽ പിനാക്ക മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചറുകളും ടാങ്ക് വിരുദ്ധ മിസൈലുകളും റോക്കറ്റുകളും കൂടാതെ ഗണ്യമായ അളവിലുള്ള വെടിമരുന്ന് എന്നിങ്ങനെ വൈവിധ്യമാർന്ന സൈനിക ഹാർഡ്വെയർ ഇവയെല്ലാം ഇന്ത്യയുടെ പാക്കേജിൽ ഉൾപ്പെടുന്നുണ്ട്. ഒട്ടോമൻ തുർക്കികളുടെ ശക്തമായ ആക്രമണത്തിൽ നിന്നും ശക്തമായി തിരികെ വരുന്ന അർമേനിയക്കാരുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ പോന്ന തരത്തിൽ $250 ദശലക്ഷം മതിക്കുന്ന വൈവിധ്യമാർന്ന ആയുധ ശേഖരങ്ങളാണ് ഇന്ത്യ നൽകുന്നത്. കൂടാതെ അർമേനിയൻ പൈലറ്റുമാർക്ക് യുദ്ധവിമാനങ്ങൾ നിയന്ത്രിക്കാനുള്ള പ്രത്യേക പരിശീലനവും നൽകുവാൻ ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട്. അർമേനിയയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന വൈവിധ്യമാർന്ന സൈനിക ഹാർഡ്വെയറുകൾ ഉൾക്കൊള്ളുന്ന ഈ സഹകരണം ആയുധ വിതരണത്തിനപ്പുറത്ത് ശക്തമായ രാഷ്ട്രീയ നയതന്ത്രത്തിനാണ് അടിത്തറയിട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഈ നടപടി അസർബൈജാൻ അടക്കം തീവ്ര ഇസ്ലാമിക ശക്തികൾക്ക് അസ്വസ്ഥതയ്ക്ക് കാരണമായിട്ടുണ്ട്. താമസിയാതെ ഇടതരും വലതരും ഇതിനെതിരെ പ്രൊപ്പഗാണ്ട മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് രംഗത്തും വന്നേക്കാം. എന്നാൽ ഒരു തീവ്രവാദികളുടെയും മുരടനക്കങ്ങളെ കൂസാതെ എക്കാലവും മനുഷ്യത്വവും സാഹോദര്യവും ഉയർത്തിപ്പിടിച്ച് മുന്നേറുന്ന ഭാരതത്തിൻ്റെ നിലപാടുകൾ ഏതൊരു ഭാരതീയർക്കും അഭിമാനം തന്നെയാണ്. അതിലുമുപരിയായി പീഡിപ്പിക്കപ്പെടുന്ന അർമേനിയൻ ക്രൈസ്തവർക്ക് ആശ്വാസമാണ്.